രജിസ്റ്റേർഡ് നേഴ്സ് ആണോ? മിനിമം 1 ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരാണോ? OETയും IELTSഉം ഒക്കെ എഴുതിയിട്ട് പാസ് ആവാതെ വിഷമിച്ചിരിക്കുന്നവരാണോ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയി സംസാരിക്കാൻ അറിയാമോ? എങ്കിൽ 4 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ മാസ സാലറിയിൽ ഹോങ്കോങ്ങിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാം. ഹോങ്കോങ്ങിലേക്ക് ആദ്യമായിട്ടാണ് നോൺ ലോക്കലി ട്രെയിൻഡ് നഴ്സസിനുള്ള റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നത്. അതിന്റെ ആദ്യഘട്ട ഇന്റർവ്യൂ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും ആരെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ആപ്ലിക്കേഷൻ എങ്ങനെയാണ് എൻറ്റർ ചെയ്യേണ്ടതെന്നും സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഹോങ്കോങ്ങിലേക്കുള്ള റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ആയിട്ട് ഇപ്പോൾ 1.5 മാസം കഴിഞ്ഞിരിക്കുകയാണ്. എന്റെ വീഡിയോ കണ്ടിട്ട് അപ്ലൈ ചെയ്ത ഒരുപാട് പേർക്ക് ഇപ്പോൾ ഇന്റർവ്യൂ കോൾ വന്നു. മിക്കരും തന്നെ ഇന്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ റിസൾട്ട് 2 മാസത്തിനുള്ളിൽ പബ്ലിഷ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പ്രോസസ്സിംഗ് ടൈം അവരോട് പറഞ്ഞിരിക്കുന്നത് മിനിമം 6 മന്ത് ആണ്. അപ്പൊ ഇനിയും ആരെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. ഹോങ്കോങ്ങിലേക്കുള്ള നഴ്സസ് ജോബ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിരുന്നു. ആ വീഡിയോയ്ക്ക് കുറെ പേര് കുറെ ഡൗട്ട്സുകൾ എന്നോട് ചോദിച്ചിരുന്നു. കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ വരുത്തണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും ഇതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നത്. അപ്പൊ ഈ ജോബ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്നത് കുറെ പേര് ചോദിച്ചിരുന്നു. JNMനും BScക്കും ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. രജിസ്ട്രേഷന് ശേഷം മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് എങ്കിലും നിങ്ങൾക്ക് വേണം. ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞു. അടുത്ത വർഷം അതായത് 2025 മാർച്ച് മാസം വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഹോങ്കോങ്ങിൽ ഇപ്പോൾ നഴ്സസ്മാർക്ക് വലിയൊരു ഷോർട്ടേജ് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. 2025-26 ഒക്കെ ആകുമ്പോഴത്തേനും ഹോങ്കോങ്ങിൽ ആയിരക്കണക്കിന് നഴ്സുമാർക്ക് വേക്കൻസി ഉണ്ട്. അപ്പൊ ആരും ഈ അവസരം മിസ് ചെയ്യരുത് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഗൂഗിൾ ക്രോമില് നോൺ ലോക്കലി ട്രെയിൻഡ് നഴ്സസ് HK എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഫോർ നോൺ ലോക്കലി ട്രെയിൻഡ് നഴ്സസ് ഇൻ HA എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോങ്കോങ് ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ പേജ് ഓപ്പൺ ആകും. അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഫോർ നോൺ ലോക്കലി ട്രെയിൻഡ് നഴ്സസ് ഇൻ HK എന്നുള്ളത് ഫുള്ള് നിങ്ങൾ റീഡ് ചെയ്യുക. അവിടെ കുറേ ഇൻഫർമേഷൻസ് കിടപ്പുണ്ട്. ജനറൽ ഇൻഫർമേഷൻസ്, അതുപോലെ തന്നെ മന്ത്ലി സാലറി, എംപ്ലോയ്മെന്റ് പാക്കേജ്, അതുപോലെ റീലൊക്കേഷൻ അലവൻസ്, ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ ലിങ്ക്സ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ സാവധാനം എല്ലാം എടുത്ത് റീഡ് ചെയ്തതിന് ശേഷം ക്ലിക്ക് ഹിയർ ടു ജോയിൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേക്കൻസിയിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു വേക്കൻസി ഇവിടെ കാണും. ഇപ്പൊ നിലവിൽ ഈ ഒരു വേക്കൻസിയാണ്. അവിടെ ഫുള്ള് റീഡ് ചെയ്യുക. അവരുടെ സാലറി പാക്കേജ് എല്ലാം കാണിക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ അപ്ലൈ ഓൺലൈൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാൻ പറയും. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ് ഉണ്ടാവില്ല. അതുകൊണ്ട് പുതിയ ന്യൂ യൂസർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് യൂസർ നെയിമും പാസ്വേഡും ഇടുക. ഇവിടെ ഇപ്പം ഞാൻ ഓൾറെഡി ഒരു അപ്ലൈ ചെയ്ത പേജിലാണ് കയറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ കയറുമ്പോൾ ആദ്യം റെസ്യൂം അപ്ലോഡ് ചെയ്യാനാണ് കാണിക്കുന്നത്. അവിടെ റെസ്യൂം അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ പേഴ്സണൽ ഇൻഫർമേഷൻസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, അക്കാഡമിക് എല്ലാം ഇങ്ങനെ മുകളിൽ കണ്ടോ ഈ കാണിക്കുന്ന ഓരോ സ്ക്വയർ ആയിട്ട് കാണിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്യണം. ആദ്യം പേഴ്സണൽ ഇൻഫർമേഷൻസ് നിങ്ങൾ ഇവിടെ കൊടുക്കുക. പേഴ്സണൽ ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ബ്ലർ ചെയ്തേക്കുന്നത്. നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് എൻറ്റർ ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ്, അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റിൻ്റെ അകത്ത് ചിലർ പറയുന്നുണ്ട് ഡിസ്ട്രിക്റ്റ് കൊടുക്കാൻ ഇല്ലാന്ന്. പക്ഷെ അതിൻ്റെ അകത്ത് നോട്ട് സ്പെസിഫൈഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അതിനുശേഷം അത് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റിന്റെ പേരങ്ങ് കൊടുക്കട്ടെ. അത് ഹോങ്കോങ്ങിലുള്ള ഡിസ്ട്രിക്റ്റുകളാണ്. ചിലർ എന്നോട് പറഞ്ഞ് നോട്ട് സ്പെസിഫൈഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ മതിയെന്ന്. പക്ഷെ എനിക്കറിയില്ല. കാരണം ഇവിടെ ഞാൻ എൻ്റെ അഡ്രസ്സ് കൊടുത്തത് കൊണ്ട് എനിക്ക് എൻ്റെ ഇവിടുത്തെ അഡ്രസ്സേ വെക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് കൊടുത്തേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കറസ്പോണ്ടൻസ് അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക.
അതിന് താഴേക്ക് വരുമ്പോൾ ആർ യു കറന്റ്ലി വർക്കിംഗ് ഇൻ HK, അതായത് ഹോങ്കോങ് ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ കീഴിലാണോ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അവിടെ നിങ്ങൾ നോ കൊടുക്കുക. അതിനുശേഷം ബാലൻസ് വരും. നോ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയൊന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ചിലവർ പറയുന്ന അതൊക്കെ മാൻഡേറ്ററി ആണെന്ന്. പക്ഷെ ഞാൻ നോന്ന് കൊടുത്തപ്പോൾ എനിക്കവിടെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ താഴേക്ക് വരുമ്പോൾ പിന്നെ ചോദിക്കുന്നത് ഇൻഫർമേഷൻ ഓൺ XH, അതൊന്നും നിങ്ങൾ അവിടെ എല്ലാം നോ കൊടുത്ത് വിട്ടാൽ മതി കേട്ടോ. കാരണം അതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഹോങ്കോങ് ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ കീഴിൽ വർക്ക് ചെയ്ത് ഇരുന്നവരാണെങ്കിൽ, ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ മാത്രം ആ ഭാഗം നമ്മൾ ഫില്ല് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ പിന്നെ ഉള്ളത് റെമ്യൂണറേഷൻ പാക്കേജ് ആണ്. അവിടെയും നോട്ട് ആപ്ലിക്കബിൾ നിങ്ങൾക്ക് ഇട്ടാൽ മതി കേട്ടോ. NA ജസ്റ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ എല്ലാവരും മസ്റ്റായിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഇൻഫർമേഷൻസ് മൊത്തം വെറുതെ ആയി പോകും കേട്ടോ. അതിനുശേഷം നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ആണ് കൊടുക്കേണ്ടത്. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഇവിടെ നിങ്ങളുടെ നമ്മുടെ എഡ്യൂക്കേഷൻ കൊടുക്കുക. എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞേക്കുന്നത് ലിസ്റ്റ് ദ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ബിലോ സ്റ്റാർട്ടിങ് വിത്ത് മോസ്റ്റ് റീസെന്റ് എഡ്യൂക്കേഷൻ. നമ്മൾ മോസ്റ്റ് റീസെന്റ് എഡ്യൂക്കേഷൻ ആണ് കേട്ടോ ആദ്യം കൊടുക്കേണ്ടത്. അതെല്ലാം ഫില്ല് ചെയ്ത് സേവ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ അറ്റൈൻമെന്റ് ആണ്. ഇവിടെ നിങ്ങളുടെ കോൺവെക്കേഷൻ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകൾ, CPR സർട്ടിഫിക്കറ്റ്, അതുപോലെ ACLS BLS അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നതാണ് വർക്കിംഗ് എക്സ്പീരിയൻസ്. അവിടെ നിങ്ങൾ നമ്മുടെ മോസ്റ്റ് റീസെന്റ് എക്സ്പീരിയൻസ് ആണ് ആദ്യം കൊടുക്കേണ്ടത്. അത് ഓരോന്നും കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. അവിടെ നിങ്ങളുടെ മേജർ റെസ്പോൺസിബിലിറ്റി ഫില്ല് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ കറന്റ്ലി വർക്കിംഗ് ആണെങ്കിൽ ഇതാ ഇവിടെ ഒരു ബ്ലൂ ടിക്ക് ഞാൻ കാണിക്കുന്നില്ല. അവിടെ നിങ്ങൾ കറന്റ്ലി വർക്കിംഗ് എന്നുള്ളിടത്ത് കറന്റ് ജോബ് വർക്കിംഗ് ആണെന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നിങ്ങളുടെ 1 by 1 ആയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസുകളെല്ലാം ടൈപ്പ് ചെയ്ത് കറക്റ്റ് ഡേറ്റ് സഹിതം അപ്ലോഡ് ചെയ്യുക മീൻസ് ടൈപ്പ് ചെയ്യുക കേട്ടോ. അവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് വരുന്നത് അറ്റാച്ച്മെന്റ് അപ്ലോഡ് ആണ്. അവിടെ നമ്മുടെ റെസ്യൂം അതുപോലെ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യണം. ഇവിടെ നിങ്ങൾ കാണുന്നത് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. താഴെയെല്ലാം കാണുന്ന ടെക്കുകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ. ഇവിടെ നിങ്ങൾ ചൂസ് ഫയൽ എടുത്തു കഴിയുമ്പോൾ നിങ്ങളിപ്പോൾ റെസ്യൂം ആണ് എടുക്കുന്നതെങ്കിൽ ആ കമന്റ്സ് അബൌട്ട് ദ ഫയൽ അവിടെ നിങ്ങൾ റെസ്യൂം ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾ താഴെ ഞാൻ ഓരോ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത പോലെ നിങ്ങൾക്ക് പേര് സഹിതം അവിടെ വരുന്നതാണ്. പിന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് വേണ്ട, വേറെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഈ റെലവൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഇവിടെയെല്ലാം നിങ്ങൾ ടിക്ക് ചെയ്യണം. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം അവർ ചോദിച്ചിരിക്കുന്ന റെലവൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ മാത്രം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ആ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്താം. അവർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം അത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുമ്പോഴുള്ള ഓപ്ഷനാണ് ജോബ് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഫില്ല് ചെയ്യണം. ഓരോന്നും കെയർഫുള്ളി വായിക്കുക. വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോന്നിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുശേഷം കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗം ഞാൻ പറയാം. താഴോട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് 13th ക്വസ്റ്റ്യനാണ് കൂടുതൽ ഡൗട്ട് വരാനുള്ള സാധ്യത. അവർ ചോദിച്ചിരിക്കുന്നത് പ്രിഫറൻസ് ഓഫ് ക്ലസ്റ്റർ, അതായത് ഏത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രിഫറൻസ് എന്നാണ്. ഇവിടെ ഓരോ ക്ലസ്റ്ററുകളായിട്ടാണ്, കുറേ ക്ലസ്റ്ററുകളുണ്ട് ഹോങ്കോങ്ങിൽ. എന്നാൽ ഹോങ്കോങ് ഒരു ആലപ്പുഴ ജില്ലയുടെ അത്രയും മാത്രം വലുപ്പമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഏത് ക്ലസ്റ്റർ നിങ്ങൾ ചൂസ് ചെയ്താലും നമുക്ക് എന്താ പറയുക ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു 3 ഓപ്ഷൻ നിങ്ങൾ കൊടുത്താൽ മതി കേട്ടോ. പിന്നെ താഴേക്ക് വന്ന് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൂടെ ആൻസർ ചെയ്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അവസാനം നമുക്ക് വരുന്ന ഓപ്ഷനാണ് റിവ്യൂ ആൻഡ് സബ്മിറ്റ്. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ ഫുള്ള് റീഡ് ചെയ്യുക. കാരണം സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് പേർക്ക് മെയിൽ ID അതുപോലെ ഫോൺ നമ്പറൊക്കെ നിങ്ങൾ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ പിന്നീട് അത് ദുഃഖിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് വായിച്ചതിന് ശേഷം വീണ്ടും നിങ്ങൾ ഒന്നുകൂടെ ഡബിൾ കൺഫേം ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യട്ടെ. താഴേക്ക്
ഫുള്ള് റീഡ് ചെയ്തതിന് ശേഷം താഴെ വരുമ്പോൾ സബ്മിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മെസ്സേജ് മുകളിൽ വരും, താങ്ക് യു ഫോർ യുവർ ആപ്ലിക്കേഷൻ. അപ്പം നമ്മുടെ ഓൾറെഡി ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ മെയിലിലേക്ക് ഒരു അക്നോളജ്മെന്റ് മെയിൽ കൂടെ വരും. അതുകൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി എന്നാണ് കേട്ടോ. നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് എല്ലാം ഓക്കെയാണ്, നിങ്ങളെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ 2 മാസത്തിനുള്ളിൽ അവർ നിങ്ങളെ മെയിൽ അയക്കും, ഇൻ്റർവ്യൂ മെയിൽ ചെയ്യും. അപ്പോൾ ഇൻ്റർവ്യൂ മെയിൽ എങ്ങനെയാണെന്നും മെയിൻ ഇൻ്റർവ്യൂ, ട്രയൽ ഇൻ്റർവ്യൂ എങ്ങനെയാണെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം ഓൾറെഡി എല്ലാവരും അത് കണ്ടു കഴിഞ്ഞതാണ്. ഇനി പുതുതായിട്ട് അപ്ലൈ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസ് കൂടെ കാണാൻ മറക്കരുത് കേട്ടോ, എങ്കിലാണ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പം മിനിമം 2 മാസം വരെയെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്ലൈ ചെയ്തതിന് ശേഷം. അപ്പൊ എല്ലാവർക്കും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് കൂടെ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. പുതിയ അപ്ഡേറ്റ്സുകൾ ഞാൻ അതിൽ കൂടെ അറിയിക്കുന്നതാണ്. കഴിഞ്ഞ 2 മാസം മുതൽ ഹോങ്കോങ് നഴ്സസ് വേക്കൻസിയെ കുറിച്ചുള്ള വീഡിയോസ് ആണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്റർവ്യൂ എങ്ങനെയായിരുന്നെന്നും ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇപ്പൊ വിളിക്കുന്നതെന്നുള്ള സകല ഡീറ്റെയിൽസും ഹോങ്കോങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പ്രീവിയസ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഹോങ്കോങ്ങിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ വീഡിയോസ് കൂടെ കാണാൻ മറക്കരുത്. പുതുതായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് കുറെ ഡൗട്ട്സുകൾ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ആ വീഡിയോകളിൽ കുറെ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോ കൂടെ നിങ്ങൾ കാണാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് പുതിയ വീഡിയോയിൽ പുതിയ ഇൻഫർമേഷൻസും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.